ഒരു വിധത്തിലും ഇന്ത്യയെ തകർക്കാനാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു ആഭ്യന്തര കലാപത്തിനാണ്. അതിനുള്ള പല വഴികളും പാകിസ്ഥാൻ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയെ ഇങ്ങനെ മതപരമായി ധ്രുവീകരിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുന്നത്? നീതു, നമ്മുടെ ഈ പ്രശ്നം തുടങ്ങിയത് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നത് തന്നെ ഇത്തരം ഒരു മതപരമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടപ്പോഴാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അതിനെപ്പറ്റി പണ്ട് തുടങ്ങി പാകിസ്ഥാൻ തീർച്ചയായിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ മതധ്രുവീകരണം വരുത്താൻ വേണ്ടി വളരെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആ മുനീർ പറഞ്ഞ പ്രസംഗം തന്നെ അതിന് വളരെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമാണ്, രണ്ട് മതമാണ്, ഒരിക്കലും തമ്മിൽ ചേരാത്തതാണെന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു സൂചനകളാണ്. അതിനുശേഷം നമുക്കറിയാം പഹൽഗാമില് നമുക്കറിയാം 27 പേരെ തിരഞ്ഞു പിടിച്ചാണ് മതം നോക്കി അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊന്നത്. അതിനകത്ത് ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തി കൊന്നത്. അതിൽ അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യയിൽ ഒരു വലിയ വർഗീയ കലാപം ഉണ്ടാകുമെന്നാണ്. പക്ഷേ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള, OIC പലപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും പറഞ്ഞുകൊണ്ടിരുന്ന ഇവര് പോലും ഇന്ന് ഇന്ത്യ സർക്കാരിനൊപ്പമാണ്, ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇതൊരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യക്കകത്ത് ഒരു കലാപം ഉണ്ടായില്ല. അതിനകത്ത് ഒരുപക്ഷെ ഇവരൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, മുസ്ലിം നേതാക്കൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹിന്ദു സംഘടനകൾ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ വെകളി പഠിച്ച ഈ പാകിസ്ഥാൻ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒന്നാമത് പാകിസ്ഥാന് വലിയ അടി കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ പ്രവിശ്യ ഇന്നലെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അവിടെ വിഘടനവാദം വളരെ വലുതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയെ ഏതെങ്കിലും ഒരു വിധത്തിൽ വിഘടിക്കുക, ഇതാണ് അവരുടെ വലിയ ആഗ്രഹം. ഇതിനു വേണ്ടി ഇവരിപ്പൊ ചെയ്തൊരു വലിയ ചില ചതികളുണ്ട്. ആദ്യം ചെയ്തത് പൂഞ്ചിലാണ് ഏറ്റവും കൂടുതൽ. ഇവരുടെ ബാക്കിയുള്ള പലപ്പോഴും ഈ ഡ്രോണുകളായാലും മിസൈലുകളായാലും നമ്മുടെ എയർ ഡിഫൻസ് ഡോം ഉള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് ഈ ആർട്ടിലറി എന്ന് പറയുന്നത് വലിയ പീരങ്കികൾ ഉപയോഗിച്ചിട്ടുള്ള ഫയറിംഗ് ആണ്. ഇവര് ഈ പൂഞ്ച് രജൌരി മേഖലകളുടെ മുകളിൽ ഇവർക്കൊരു മലയിലാണ് ഇവരുടെ പോസ്റ്റുകൾ. അതിനിപ്പോ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റുകള് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് വെടിവെക്കാൻ പറ്റും. അപ്പൊ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ പൂഞ്ചില് ഒരു ഗുരുദ്വാരയുണ്ട്. ഒരു ഗുരുദ്വാര എന്ന് പറയുന്നത് സിഖുകാരുടെ ആരാധനാ കേന്ദ്രമാണ്. അതിനകത്ത് അവർ ഷെല്ല് ചെയ്ത് മാത്രമല്ല, അതിനകത്ത് ഒരു 5 കുട്ടികൾ, 2 സ്ത്രീകൾ, അതിനകത്ത് കുറെ പേര് ലോക്കൽ സിഖ് കമ്മ്യൂണിറ്റിയുള്ള കുറെ പേര് മരിക്കുകയുണ്ടായി. ഇത് ലോകവ്യാപകമായി സിഖുകാരുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി എന്നുള്ളത് ഇത് നമ്മൾ ഇതിന്റെ വാർത്തകൾക്കിടയിൽ അത് അറിയാതെ പോകുന്നത്. ഈ സിഖുകാർക്ക് ഗുരുദ്വാര എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ ഗോൾഡൻ ടെമ്പിളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയാം. വലിയ പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ പൂഞ്ചില് ഒരു ക്രിസ്ത്യൻ സംവിധാനത്തിലുള്ള ഒരു ക്രൈസ്റ്റ് സ്കൂളുണ്ട്. ആ ക്രൈസ്റ്റ് സ്കൂളിനകത്ത് ഒരു ഷെല്ല്, അവിടെ ഈ കാർമിലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോൺഗ്രിഗേഷന്റെ ആണത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവർ ഷെല്ല് ചെയ്തിട്ട് 2 കുട്ടികൾ, അവരുടെ പാരൻസും മരിക്കേണ്ട കൊച്ചുകുട്ടികൾ, അതിന്റെ പാരൻസും മരിക്കുകയുണ്ടായി. ആ കോൺവെന്റിന്റെ തന്നെ ഒരു ചാപ്പലിന്റെ ഭാഗമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവര് ഷെല്ല് ചെയ്ത് തകർത്തു. കഴിഞ്ഞ ദിവസം അമൃത്സറിലെ ഗുരുദ്വാരയ്ക്ക് നേരെ ഒരു മിസൈൽ അയച്ചു. ഒരു മിസൈൽ 5 മിസൈൽ അയച്ചു. ഭാഗ്യവശാല 5 എണ്ണത്തിനെ നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനം തകർത്തു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിലെ ശംഭു ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. അതിനകത്ത് ശംഭു ക്ഷേത്രം, അതിനകത്ത് കോമ്പൗണ്ടിനകത്ത് ഒരു കെട്ടിടത്തിലോട്ട് ഇവരത് ലക്ഷ്യമാക്കി വെച്ച് അയച്ചതാണ്. പക്ഷെ അത് വീണത് അതിനടുത്തുള്ള ഒരു കെട്ടിടത്തിലാണ്. അതിന് കേടുപാടുകൾ സംഭവിച്ചു. അപ്പൊ ഇവര് കൃത്യമായിട്ട് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റ് മതങ്ങളുടെ ഇതൊന്നും മുമ്പുള്ള ഒരു
പിന്നെ എന്താണ് പറയുക, യുദ്ധങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇതുവരെ ആരും അങ്ങനെ ഒരു ഈ രണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്ന് വെച്ചാൽ ഇന്നത്തെയൊക്കെ ഡ്രോണുകൾ എന്ന് പറയുന്നത് കൃത്യസ്ഥലത്ത് ചെല്ലും. അതിനെ അടിച്ചിട്ടിട്ടില്ലെങ്കിൽ അത് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ചെല്ലും. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി നോക്കി ചെയ്യുന്ന പരിപാടികളാണെന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പൊ ഇതെന്താണ്, അപ്പൊ എല്ലാവരും എന്താണ് ഇങ്ങനെ മതസ്ഥാപനങ്ങൾ നോക്കി അടിക്കുന്നത്? അതൊരു ആകസ്മികമായ സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം വളരെ തെരഞ്ഞു പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഗുരുദ്വാരയ്ക്ക് നേരെ അമൃത്സറിൽ വിട്ട മിസൈൽ അതുപോലെ അതിൽ ചെന്ന് കൊണ്ടിരുന്നെങ്കിൽ വൻ പ്രശ്നത്തിൽ കലാശിച്ചേനെ എന്നുള്ളത് അവർക്കറിയാം. അപ്പോ നമ്മൾ ഇതുവരെയുള്ള ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു മതപരമായ ഒരു വിഘടനം ഭാരതത്തിൽ ഉണ്ടാക്കാൻ ഇതെന്ത് ശ്രമിച്ചാലും ഈ ആക്ച്വലി മുസ്ലിങ്ങളെല്ലാം ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, മുറുമുറുത്തോണ്ടിരിക്കുന്നവരിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവര് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മിസൈലോ ബോംബിടുമ്പം അത് പ്രാർത്ഥന ചൊല്ലിയിട്ടോ മതം നോക്കിയോ ഒന്നല്ല ആളെ കൊല്ലുന്നത്. ഈ ജമ്മു കാശ്മീരിലൊക്കെ ധാരാളം മുസ്ലിങ്ങൾ ഇവരുടെ ഷെല്ലിങ്ങിനകത്ത് മരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ താരതമ്യേന അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് മുസ്ലിങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഇവർക്ക് വേറെ ഒരു സ്ഥലത്തും ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് അടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് മതപരമായി നമ്മെ വിഘടിക്കാൻ വേണ്ടി അവരാഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത, അതായത് വ്യാജ ഇൻഫർമേഷൻ. അത് ഇതുവരെ കണ്ടിട്ടല്ല, ഇവർ ഇതിന്റെ ആശാമാരാണ്. ഈ ചൈന ആയിക്കോട്ടെ, ഈ നമ്മുടെ ഈ പാകിസ്ഥാൻ ആയിക്കോട്ടെ, നമ്മുടെ പാകിസ്ഥാന്റെ വായിൽ എപ്പോഴും അതേ വരുള്ളൂ. നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇതിന്റെ ഉസ്താദുമാരാണ് എന്നുള്ളത്. ഈ കള്ളം പറയുക, കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതിന്റെ ഉസ്താദുമാരാണ്. ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞോ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലോട്ടൊരു മിസൈൽ അയച്ചു, എന്നിട്ട് അത് ഇന്ത്യ അയച്ചാണെന്ന് പറഞ്ഞത്. അതാണ് ഇവരുടെ ഭയങ്കര കളി. അഫ്ഗാനിസ്ഥാനിലോട്ട് ഒരു മിസൈൽ അയച്ചിട്ട് അത് ഇന്ത്യ അയച്ചതാണെന്ന് പറഞ്ഞു. അടുത്തത് അവരുടെ മതപഠന കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞ വ്യാജന നടക്കുന്ന പിന്നെ ഈ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും മദ്രസയുടെ അടിയിലാണ്. മദ്രസയുടെ അടിയിലെന്ന് വെച്ചാൽ മദ്രസ പോലുള്ള സ്ഥാപനങ്ങളുടെ അടിയിലാണ്. അവയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സാഹിബന്മാരുടെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോട് പറഞ്ഞിരിക്കുന്നത് മദ്രസകളെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ട്. എനിവേ, അപ്പോ മാത്രമല്ല ഇപ്പൊ തന്നെ മറ്റു കള്ളങ്ങൾ പറഞ്ഞത്, അപ്പൊ നമ്മൾ കരുതിയിരിക്കണമെന്ന് പറഞ്ഞത്, മറ്റു കള്ളങ്ങൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ S-400 പിന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം അടിച്ചു തകർത്തെന്ന് പറഞ്ഞു. ബ്രഹ്മോസ് മിസൈലിന്റെ കേന്ദ്രം സംഭരണശാല അടിച്ചു തകർത്തു എന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകളുടെ പിന്നെ ആസ്ഥാനം നശിപ്പിച്ചു. ഇങ്ങനെ പച്ചക്കള്ളം ഓരോ അനുനിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെ എല്ലാ സാധാരണ രീതിയിൽ അവർ പ്രയോഗിക്കുന്ന മാർഗങ്ങളും പരാജയപ്പെട്ടപ്പോൾ കള്ളം പറഞ്ഞാണ് എല്ലാം സ്ഥാപിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു നമുക്കറിഞ്ഞൂടാ അടുത്ത ഏത് വിധത്തിൽ ഈ കള്ളം എങ്ങനെ വരുമെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം ഒരു വളരെ സന്നിഗ്ധമായ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒറ്റൊരുമയോടുകൂടി നിൽക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയെല്ലാം യുദ്ധം ജയിച്ചതിന് ശേഷം. അതാണ് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.